ഹലോ ഗായ്സ്, ഇന്ന് മിഡ് ക്യാപ്പ് എക്സ്പയർഡ് ആയിരുന്നു. പിന്നെ ബാങ്ക് എക്സും നമ്മളിന്ന് മിഡ് ക്യാപ്പിലും ബാങ്ക് എക്സിലും കൂടി കുറച്ച് ട്രേഡ് എടുത്ത് കുറച്ച് നേരം വലിയ ലോസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കുറച്ച് വലുതാണ്. കുറച്ച് അഹങ്കാരത്തിൻ്റെ പുറത്ത് കിട്ടിയ ലോസാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് ഞാൻ എൻ്റെ റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല. ചെറിയ ഗാംബ്ലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ട്രേഡ് എടുത്ത്. അതിൻ്റെ പുറത്ത് തന്നെ നല്ല ലോസം വന്നു. അതായത് ജസ്റ്റ് ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് സിമ്പിളായിട്ട്, അതായത് നോർമലി ഒരു ബിഗിനർ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു അതുപോലെയല്ല, ചെറിയൊരു വ്യൂവിൻ്റെ പുറത്തൊക്കെ ചെയ്തു എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 20K ലോസാണ്. കുറച്ച് വലിയ ലോസ് തന്നെയാണ്. ഞാൻ ഒരു പെർ ഡേ 25 യൂസ് ചെയ്യുന്നത് 20K ഞാൻ ഫുള്ളായിട്ട് അവസാനം വരെ ഗാമ്പിൾ ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം. ഒരുപാട് ട്രേഡ്സൊക്കെ റൂൾസിലാണ്, പക്ഷേ 2-3 ട്രേഡ്സൊന്നും റൂൾസ് ഇല്ലാതെ കൃത്യമായി പ്രോപ്പറായിട്ടുള്ള ഒരു ട്രേഡിങ് മെത്തേഡാണെന്ന് പറയാൻ പറ്റത്തില്ല. ട്രേഡ് എടുത്ത് ജസ്റ്റ് പറഞ്ഞുതരാം. അത്യാവശ്യം 2-3 ട്രേഡൊക്കെ അടിപൊളി ട്രേഡ് തന്നെയായിരുന്നു. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വന്നത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ്. പിന്നെ സ്റ്റോപ്പ് ലോസ് ഒരു പ്രോപ്പർ ആയിരുന്നില്ല ഒരു ട്രേഡിൽ, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ആദ്യം മിഡ് ക്യാപ്പിലായിരുന്നു എൻ്റെ അടുത്ത്. അത്യാവശ്യം ഒരു 10-40 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ എടുത്തിട്ടായിരുന്നു. എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഒരു ആവറേജ് ചെയ്തിട്ടാണ് എടുത്തത്. നല്ലൊരു പൊസിഷൻ ആണെന്ന് പറയാം, കുഴപ്പമില്ലാത്തതായിട്ട്. അതായത് നമ്മളൊരു 10-40 എൻട്രി എടുത്തത്. ബട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതായത് ഈ ഒരു ക്യാൻഡലിലാണ് നമ്മൾ എൻട്രി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഓൾറെഡി ഒരു ബെയറിഷ് മൂവ്മെൻറ്റ്സ് വന്നു. ആ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ്സിൽ ഒരു റീട്രേസ്മെൻ്റ് ആണെന്ന് വിചാരിച്ചു ഈ ഒരു 2 ക്യാൻഡിൽ. സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചത് ഈ ഒരു ലെവലാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചത്. 10,720 എന്ന് പറയുന്ന ലെവൽ, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയൊരു ലെവലാണ്. അപ്പോൾ ആ ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് വരുമെന്ന് വിചാരിച്ചു. ബട്ട് അതായത് താഴോട്ട് വന്നാൽ റീട്രേസ്മെൻ്റ് ആയിട്ട് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു റെസിസ്റ്റൻസായി ആക്ട് ചെയ്ത് താഴോട്ട് വരും വിചാരിച്ചു, വന്നില്ല. അത് പോയി, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അത് നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെ അടിക്കേണ്ടി വന്നു. അതിൽ ചെറിയ ലോസ് വന്നിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയ ലോസ് തന്നെയായിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമുക്കൊരു 4K ആയിരുന്നു അതിൽ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സിമ്പിൾ ട്രേഡായിരുന്നു. കൃത്യമായിട്ടൊരു 4K ലോസ് വന്നു. അത് നമ്മൾ ബുക്ക് ചെയ്ത് മാറി. അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത് അത്യാവശ്യം നല്ല ട്രേഡ് തന്നെയായിരുന്നു. അതിലും മിഡ് ക്യാപ്പിൽ തന്നെയായിരുന്നു. അത് നമ്മളൊരു 11.57 എടുത്തത്. അതൊരു കോൾ ഓപ്ഷൻ ആയിരുന്നു എടുത്തത്. അതൊരു കോൾ ഓപ്ഷൻ പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു കോൾ ഓപ്ഷൻ. എടുക്കാൻ റൂൾസ് കൃത്യമായിരുന്നു. അതേ ലെവലിനെ മേലോട്ട് ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ ആ ലെവലിൽ തന്നെ സപ്പോർട്ടായി ആക്ട് ചെയ്തു. നമ്മൾ ആദ്യം റെസിസ്റ്റൻസായി ആക്ട് ചെയ്ത് പറഞ്ഞിട്ട് എടുത്തു. ആ ലെവലിൽ ഞാൻ സപ്പോർട്ടായി ആക്ട് ചെയ്ത് പറഞ്ഞിട്ട് എടുത്തു. ബട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തില്ല. ഈ ഒരു ലെവലിൽ നിന്ന് എടുത്തതൊക്കെ ഈ ഒരു പൊസിഷനാണ് എടുത്തത്. ബട്ട് അവിടെ നിന്ന് വീണ്ടും ഈ റെഡ് ക്യാൻഡിൽ നല്ല രീതിക്ക് താഴോട്ട് വന്നു. ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട്സ് കിട്ടിയതും ഞാൻ എക്സിറ്റ് അടിച്ചു. നല്ല രീതിക്ക് താഴോട്ട് വരുന്നതായിട്ട് എക്സ്പെക്റ്റേഷനിൽ അതിന് എക്സിറ്റ് അടിച്ചു. അതിൽ നമുക്കൊരു 4K ആ ഒരു ട്രേഡിന് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഏറെക്കുറെ ചെറിയ ലോസ് എന്ന് പറയാം, സിമ്പിളായിട്ട് തന്നെയാണ്. നമുക്കങ്ങനെ മിഡ് ക്യാപ്പിൽ ഒരു ഏറെക്കുറെ 8K ലോസാണ് നമ്മൾ ആദ്യത്തെ 2 ട്രേഡ് തന്നെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബാങ്ക് എക്സിറ്റാണ് ട്രേഡ് ചെയ്തത്. പിന്നെ ബാങ്ക് എക്സിറ്റ് ട്രേഡ് ചെയ്തത് അത് കുറച്ച് ഒരു കോൾ ഓപ്ഷൻ ആയിരുന്നു എടുത്തത്. നമ്മളൊരു മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തൊരു ആദ്യം നമ്മളൊരു കോൾ ഓപ്ഷൻ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുട്ട് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് താഴോട്ട് വരുന്നൊക്കെ വിചാരിച്ചു, ബട്ട് വന്നില്ല. അതായത് നമ്മൾ 8 ലോട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തു. എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏറെക്കുറെ ഒരു 1.5 ബാങ്ക് എക്സിൽ. ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ മതി. ബാങ്ക് നിഫ്റ്റിയും ഏറെക്കുറെ സെയിം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 1 മണിക്കാണ് എടുത്തത് നമ്മൾ പുട്ട് ഓപ്ഷൻ ക്ലിയറായിട്ട്. അതെ, നമ്മൾ ഈ ഒരു പൊസിഷനാണ് എടുത്തത്. ഈ ഒരു ലെവലിനെ നമ്മൾ റീട്രേസ്മെൻറ്റ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ലെവലിനെ റീട്രേസ്മെൻറ്റ് ചെയ്ത് താഴോട്ട് വരുമെന്ന് വിചാരിച്ചു. അതും വന്നില്ല. അത് നമ്മൾ മേലെ പോയി, അത് നമ്മൾ എക്സിറ്റ് അടിച്ചു. ആ ഒരു ട്രേഡ് നമ്മൾ ഏറെക്കുറെ ഈ ഒരു പൊസിഷനാണ് എക്സിറ്റ് അടിച്ചത്. ഈ ഒരു പൊസിഷനാണ് എക്സിറ്റ് അടിച്ചത്. അത് അത്യാവശ്യം അതിലും ചെറിയ ലോസ് എന്ന് പറയാൻ പറ്റില്ല. അതിൽ കുറച്ചൊരു 5K നമുക്ക് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടായിരുന്നു അതിൽ ലോസ് ഉണ്ടാക്കിയത്. അത് 2.6 ആകുമ്പോഴേക്കും എക്സിറ്റ് അടിച്ച് ഏറെക്കുറെ ഒരു 5K ലോസ് നമ്മൾ ആ ഒരു പുട്ട് ഓപ്ഷനിൽ, ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷനിൽ നമ്മളൊരു 5K ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റൂൾസൊക്കെ കറക്റ്റ് തന്നെയാണ്, ബട്ട് ലോസാണ് ഈ ഒരു 3 ട്രേഡിലും വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ ലോസ് എന്ന് പറയാതെ 3 കൂട്ടി നമ്മൾ ഏറെക്കുറെ നമുക്കൊരു 12-13 ലോസ് വന്നു. ബട്ട് നമ്മൾ അക്സെപ്റ്റഡ് ആയിരുന്നു. അടുത്ത ട്രേഡായിരുന്നു കുറച്ച് പാളിപ്പോയത്, എൻട്രി പാളിപ്പോയത്.
ബട്ട് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരുന്നു ശരിക്കും. ബട്ട് ആ ട്രേഡ് പാളിപ്പോയി. ആ ട്രേഡ് നമ്മൾ ഏതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ്, ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയല്ല, ബാങ്ക് എക്സിൽ. കൃത്യമാണ് ബാങ്ക് എക്സിലായിരുന്നു ആ ട്രേഡ് എടുത്ത്. നമ്മൾ കുറച്ച് ലോട്ട് എടുത്തുള്ളൂ, ജസ്റ്റ് ഒരു 5 ലോട്ട്സ്. ഈ ഒരു 5 ലോട്ട്സ് ആദ്യം 3 ലോട്ട് റിജക്റ്റായി. അത് ജസ്റ്റ് സിമ്പിളായിരുന്നു. അത് നമ്മൾ എക്സിറ്റ് എടുത്ത സമയം എന്ന് പറയുന്നത് 2:07 2:6. ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് നിന്നാണ് എടുത്തത്. ഞാൻ മേലോട്ട് ബ്രേക്ക് ഔട്ട് ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് ഞാൻ ഇവിടെ നിന്ന് ഒറ്റയടിക്ക് തന്നെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒറ്റയടിക്ക് പോയില്ല, താഴോട്ടേക്ക് വന്നു. താഴോട്ടേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ വ്യൂ അങ്ങ് മാറിപ്പോയി. വ്യൂ തെറ്റിയെന്ന് വെച്ചാൽ, അതായത് താഴോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മേലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഓൾറെഡി ഇതൊരു സപ്പോർട്ടാണ്. അതായത് ഇവിടെ ഓൾറെഡി ഒരിക്കൽ ആക്ട് ചെയ്തൊരു ലെവലാണ്. അപ്പോൾ വീണ്ടും അവിടെ പോയി ആക്ട് ചെയ്ത് താഴോട്ട് അത്യാവശ്യം കുറച്ച് താഴോട്ട് വന്നു. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. ഞാൻ എക്സിറ്റ് അടിച്ച ആ ഒരു പൊസിഷനാണ് മേലോട്ട് കയറി പോയത്. ഞാനത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലോസ് നമുക്കൊരു മാക്സിമം നമുക്ക് ഒരു 4K മാറ്റാൻ പറ്റിയില്ല. നമുക്ക് 20K വരെ ലോസ് വരില്ലായിരുന്നു. അല്ല 20K എന്നില്ല, നമ്മൾ അവസാനത്തെ ട്രേഡ് എങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് കുറച്ച്, അതായത് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരുന്നില്ല. ഒരിക്കലും നമുക്കൊരു ക്ലിയർ പ്ലാനിലാണ് ട്രേഡ് എടുത്ത്. അതിൻ്റെ ഒരു വ്യൂവിൻ്റെ പുറത്തെടുത്താണ് ജസ്റ്റ് മേലോട്ട് പോകുന്നുള്ളത്. അതായത് ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. നിഫ്റ്റി ഏറെക്കുറൊക്കെ അതുപോലെയൊക്കെ ആയിരുന്നു. ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉള്ളൊരു മൂമെൻറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത് എടുക്കാനുള്ള കാര്യം അത് ടോപ്പ് തന്നെ എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നു. സ്റ്റോപ്പ് ലോസ് നമുക്ക് കൃത്യമായ പ്ലാനില്ലാത്ത സ്റ്റോപ്പ് ലോസാണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് പ്ലാനിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റത്തില്ല. അതായത് ബാങ്ക് നിഫ്റ്റിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ 8 മണിക്ക് വന്നു. 8 മണിക്ക് അവിടെ തന്നെ കൺസോൾട്ടേഷൻ നടന്നപ്പോൾ നമുക്ക് ലോസ് കൺഫേം ആയിട്ട് നല്ല ലോസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എക്സിറ്റ് അടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതങ്ങനെ എക്സിറ്റ് അടിച്ച് മാറി. അതിനുശേഷം അത് ബൂസ്റ്റ് ചെയ്ത് മേലോട്ട് പോയി. അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ പ്രോഫിറ്റാണ് ലോസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ നമ്മുടെ ട്രേഡ് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രേഡ് എടുത്തു. അതൊരു ഗാംബ്ലിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞത് ഗാംബ്ലിംഗ് ആയിരുന്നു. അത് കുറച്ച് ലോട്ടങ്ങൾ ഞങ്ങൾ ലാവിഷാക്കി എടുത്തു. ജസ്റ്റ് ഒരു 75 ലോട്ടായിരുന്നു എടുത്തത്. ഗാംബ്ലിംഗ് ആണ്, പക്ക ഗാംബ്ലിംഗ് പറഞ്ഞാൽ ഇതിന്, അതായത് ഞാൻ ഇത് അറിഞ്ഞെടുത്ത ഗാംബ്ലിംഗ് ആണ്. എന്തായാലും അതിൻ്റെ ഒരു വൈബ് സത്യം പറഞ്ഞാൽ ഗാംബ്ലിംഗ് ഒരു മൂഡ് പോയി. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞാൽ ഉള്ള മൂഡ് പോയി. എന്നാൽ പിന്നെ ഗാംബ്ലിംഗ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അതങ്ങനെ പണി കിട്ടി എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ലോസ് അത്രേ ഉള്ളൂ. അതിലും ചെറിയ ലോസ് പറഞ്ഞാൽ വളരെ ചെറിയ ലോസ് വന്നുള്ളൂ. നമുക്ക് വലുതായിട്ട് ലോസ് പറയാനായിട്ടൊന്നുമില്ല. അത് ഞാനൊരു കോൾ ഓപ്ഷനെ എടുത്തത്. ഏറെക്കുറെ നമ്മൾ 50 ലോട്ട്സാണ്, 50 അല്ല, അതായത് 75 ലോട്ട്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കൂടിയ ലോട്ടാണ്. ആ ലോട്ട് തന്നെ നമ്മൾ ഏറെക്കുറെ ഒരു 5.75 വാങ്ങിയിട്ട് 2.45 എക്സിറ്റ് അടിച്ചത്. ആ ഒരു ട്രേഡിൽ നമുക്ക് അത്യാവശ്യം ലോസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ലോസ് എന്നല്ല, ചെറിയ ലോസ്. അതായത് ഒരു 3K ലോസാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ലോസാണ്. നോർമലി ഇത് അറിഞ്ഞിട്ടുള്ള ട്രേഡാണ്. അതായത് നമുക്കിത് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലോസാണ്. അതായത് ലോസ് വരാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ടായത് 0 to 0 എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 റുപ്പീസ്, അതായത് നമ്മൾ 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 20 രൂപയ്ക്ക്, അതായത് 3x റിട്ടേൺസ് കിട്ടുമോ. എൻ്റെ ഒരു അത്രേ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അറിഞ്ഞിട്ടുള്ള ട്രേഡ് തന്നെയായിരുന്നു. അതിൽ നമ്മൾ 3K ലോസ് വരുത്തി. അങ്ങനെ നമ്മൾ ഓവറോൾ 20K ലോസായി. പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ശേഷം മേലോട്ട് പോയി. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയ്ക്കൊന്നും പോയില്ല. അതായത് എടുത്ത പ്രൈസിൻ്റെ അത്ര പോയില്ല. അവസാനമാണ് പോയത്. എന്തായാലും കാര്യമില്ല, വിട്ടു. നമ്മൾ ആ ട്രേഡ് എന്തായാലും പോട്ടെ, വിട്ടു കളഞ്ഞ് ഇതങ്ങനെ ലോസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. 20K ലോസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടി വലിയ കാര്യമാണ്. പിന്നെ ഈ 20K നമുക്ക് പോട്ടെ എന്ന് വയ്ക്കാം. നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ നല്ല പ്രോഫിറ്റ്. നമ്മൾ ഇത്രയും ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത്രയും ലോസ്. നമുക്ക് മാക്സിമം ലോസ് ഇത്രേ വരത്തുള്ളൂ, ഇത്രയും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന നമ്മൾ 1-2 ട്രേഡിൽ സുഖമായിട്ട് ഇതിനേക്കാളും നല്ല അടിപൊളി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിതൊരു പ്രശ്നമില്ല. ഓവറോൾ നമ്മൾ പ്രോഫിറ്റ് ആയതുകൊണ്ടും നമുക്ക് ഈ ഒരു ചെറിയ ലോസ്, ഈ ലോസിൻ്റെ പുറത്ത് നമ്മൾ വേറെ ഒന്നും, അതായത് ഇമോഷണലി നന്നായിട്ട് വേറെ എക്സ്ട്രാ പൈസ ആഡ് ചെയ്യുക, അത് നന്നായിട്ട് ഗാംബിൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. നാളെ നമ്മൾ നോർമൽ ട്രേഡ് എടുക്കുന്നു, നല്ല അടിപൊളി ട്രേഡ് എടുത്ത് നല്ല അടിപൊളി പ്രോഫിറ്റ് ആയിരിക്കുന്ന ഒരു പ്രശ്നമില്ല. ലോസ് നമുക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ വിഷയമല്ല. ഇത് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു 20K ലോസ് ഉണ്ടാക്കുന്നത്. അത് ഒറ്റ പ്രാവശ്യം മാത്രമേ 20K ലോസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കുറച്ച് കാലം മുമ്പാണ്. വീണ്ടും നമ്മൾ 20K ലോസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമുക്കെന്തായാലും നാളെ ഫിൻ നിഫ്റ്റി എക്സ്പയറി ആണ്. ആ ഫിൻ നിഫ്റ്റി നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം.
പിന്നെ ഈ ഗാംബ്ലിങ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അവസാനം ചെയ്ത ഗാംബ്ലിങ്ങൊക്കെ വെറും വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതും ഒരു നല്ലൊരു വ്യൂവിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും കൂടി ഞാൻ നോക്കും. ഇടയ്ക്ക് ഞാൻ അതും കൂടി അനലൈസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് വേറെ ഷോ, നല്ല രീതിക്ക് ബുള്ളി ഷോ വരുമ്പോൾ നല്ലൊരു ഔട്ട് ഹൗസ് മണി എടുത്ത് കയറി നമുക്ക് സുഖമായി 10x ഒക്കെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഒരു 10x ഒക്കെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട്. ബട്ട് അത് റിസ്ക്കാണ്. നമ്മൾ റിസ്ക് എടുക്കും. അതായത് ഒരു 1:10 ഒക്കെ റിസ്ക് വെച്ചിട്ട് വേണം എടുക്കാൻ. പക്ഷേ കൺഫേം ആയിട്ട് അതിൽ ചാൻസ് അക്യുറസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അക്യുറസി അപ്പോൾ അതുകൊണ്ട് ലോസ് വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ അത് തന്നെയാണ്. ഞങ്ങൾ ലോസിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ബട്ട് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചട്ടി, അങ്ങനത്തെ ഒരു ട്രേഡാണ് ഉള്ള കാര്യം പറഞ്ഞാൽ. അതിന് റിസ്ക് കൂടുതലാണ്. ബട്ട് കുറേയൊക്കെ അനലൈസ് ചെയ്ത് എപ്പോഴെങ്കിലും നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു പൊസിഷന് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. ഞാൻ അതും കൂടി നോക്കുന്നുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഞാനൊരു ഔട്ട് ഹൗസ് മണി എടുത്ത് സിമ്പിളായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. നമുക്ക് എല്ലാ ട്രേഡ് കൊടുത്ത് എല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. നമ്മളെല്ലാം അനലൈസിങ് ഇനി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഫുൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ടെസ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 2 വീക്കായിട്ട് ഇടയിൽ കുറച്ച് ടെസ്റ്റിംഗ് കൂടിയിട്ടുണ്ട്. കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നല്ല ട്രേഡിൽ പോയത് ഞാനാണ് ഇപ്പോൾ കുറച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ റിസ്ക് ഞാൻ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് റിസ്ക് കൂട്ടിയിരിക്കുന്നത്, അല്ലാതെ ചുമ്മാ റിസ്ക് കൂട്ടിയതല്ല. എന്തായാലും ഇന്നത്തെ ട്രേഡ് എന്തായാലും തീർന്ന്. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഫിൻ നിഫ്റ്റി ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ നമുക്കൊന്നും കൂടെ പൊളിക്കാം. എന്തായാലും ഓക്കെ, ബൈ.